ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ മയക്കുമരുന്ന് വെച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. MDMA, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് അച്ചാർ കുപ്പിയിൽ ഒളിപ്പിച്ചിരുന്നത്. പ്രവാസികളെ ആകെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് കടത്തിനാണ് ശ്രമമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് ചക്രക്കൽ ഇരുവേരി കണിയന്നൂരിലെ മിഥിലാജിന്റെ വീട്ടിലേക്ക് അയൽവാസിയായ ജിസിൻ ഒരു പാർസൽ എത്തിക്കുന്നത്. ഇത് മിഥിലാജിന്റെ ഒപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന വഹിൻ എന്നയാൾക്ക് കൊടുക്കണം എന്നായിരുന്നു നിർദ്ദേശം. സുഹൃത്തുക്കളെ, ഈ വാർത്ത നിങ്ങൾ കണ്ടോ? എത്രത്തോളം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ അയൽവാസിക്ക് കൊടുത്ത അച്ചാറിൻ്റെ കുപ്പിയിൽ MDMA കഴിഞ്ഞ ദിവസം വന്നതാണ്. ഒരു പ്രവാസിക്ക് ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഒരാളിങ്ങനെയാണെങ്കിൽ സാധനം കൊണ്ടുപോകും. ഇനി പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്കാണെങ്കിലും നാട്ടിൽ നിന്ന് വിദേശത്തേക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മെഡിസിൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോലും ആരും കൊണ്ടുപോകാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇത്തരം ലഹരി മാഫിയകളുടെ അതിപ്രസരമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈദരാബാദുകാരിയായ ഒരു സഹോദരി, അവർ വിദേശത്തേക്ക് വന്നതാണ്. അവരുടെ ബാഗിലും ഇത്തരത്തിൽ ലഹരി ഉണ്ടായിരുന്നു, പിടിക്കപ്പെട്ടു. നമ്മുടെ വീടിൻ്റെ അയൽവാസിയാകട്ടെ, നമ്മുടെ ബന്ധുക്കളാകട്ടെ, ആരാകട്ടെ, ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് വിദേശത്തേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എല്ലാവരും ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ച് അത് ചെക്ക് ചെയ്ത് എന്ത് സാധനമാണെന്ന് നോക്കിയിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു കേസ് പിടിക്കപ്പെടാൻ കാരണം അവരങ്ങനെ ചെക്ക് ചെയ്തത് കൊണ്ടാണ്. അതേ മറിച്ച് ചെക്ക് ചെയ്യാതെ കൊണ്ടുവന്നാൽ ഏതെങ്കിലും എയർപോർട്ടിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്തായിരിക്കും? പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ നിന്നാണ് പിടിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ നിയമം അതിശക്തമാണ്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് ഓരോ ആളുകൾ ഈ നാട്ടിലേക്ക് വരുന്നത്. ഈ നാട്ടിലെ ജയിലിലടയ്ക്കപ്പെട്ട് വീടും കുടുംബവും മുഴുവൻ പട്ടിണിയാകുന്ന ഒരു സ്ഥിതി നിങ്ങൾ ആരും ഉണ്ടാക്കി വയ്ക്കാൻ പാടില്ല. ഇതുപോലെയുള്ള ലഹരി മാഫിയകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അത് പഞ്ചായത്താണെങ്കിലും വാർഡാണെങ്കിലും ജമാഅത്താണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കട്ടെ.